കേരളത്തിലെ പ്രശസ്തമായ 108 ശിവാലയങ്ങളിലൊന്നായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഡിസംബർ 1 മുതൽ സഹസ്രകലശം നടന്നുവരികയാണ്. ദക്ഷിണ ഭാരതത്തിലെ പ്രധാന ശിവക്ഷേത്രം കൂടിയായ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ശങ്കരനാരായണ ഭാവത്തിലാണ് ശിവനെ ആരാധിക്കുന്നത്. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സഹസ്രകലശ പൂജകൾ ശനിയാഴ്ച ബ്രഹ്മകലശത്തോടെ സമാപിക്കും. കേരളത്തിന്റെ ചരിത്രത്തിലും വിശ്വാസത്തിലും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ശിവൻ രാജരാജേശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാശിവക്ഷേത്രമാണിത്. നിരവധി ഭക്തരാണ് 5 ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ നടക്കുന്ന സഹസ്രകലശത്തിൽ പങ്കെടുക്കാനെത്തുന്നത്. 1-ാം ദിനമായ തിങ്കളാഴ്ച ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി, വാസ്തുകലശം, വാസ്തുബലി, രാക്ഷോത്ഖന ഹോമം, വാസ്തുഹോമം, വാസ്തുകലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകളാണ് നടന്നത്. ഡിസംബർ 2-ന് ചതുശുദ്ധിധാര, പഞ്ചഗവ്യം, പഞ്ചകം, കലശപൂജ, ബിംബശുദ്ധി, പ്രോക്തഹോമം, ഹോമകലശാഭിഷേകം, ദക്ഷിണാമൂർത്തി, ശ്രീപാർവതി, ഋഷഭൻ, യക്ഷി എന്നിവർക്ക് കലശാഭിഷേകങ്ങൾ, പരശുരാമന് വിശേഷാൽ പൂജ, മുളപൂജ, കുണ്ടശുദ്ധി എന്നിവ നടന്നു. വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ ചാക്യാർകൂത്തും അരങ്ങേറിയിരുന്നു. സഹസ്രകലശം സമാപന ദിവസമായ ഡിസംബർ 6 ശനിയാഴ്ച ആനപ്പുറത്ത് ഉത്സവമുണ്ടായിരിക്കും. രാവിലെ സർവകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, രാത്രി ശ്രീഭൂതബലി എന്നിവയാണ് സമാപന ദിവസത്തെ ചടങ്ങുകൾ.